സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഒരു വേദവചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 91 അതിൻ്റെ 5-ാം വാക്യം. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. ഇന്നത്തെ ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ദിനംതോറും നാം കേൾക്കുന്നത് ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. മാറാരോഗങ്ങൾ, ആപത്ത്, അനർത്ഥങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്തെ ഒരു സമാധാനത്തിൻ്റെ ഒരു തരി പോലും ഇല്ലാത്ത ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഓരോ ദിവസവും അതിശയകരമായി ദൈവം നമ്മെ പുലർത്തുന്നില്ലേ? നമ്മുടെ ദൈവം മയങ്ങാത്തവനായി, ഉറങ്ങാത്തവനായി, നാം ഉറങ്ങുമ്പോഴും മയങ്ങാതെ ഉറങ്ങാതെ നമ്മളെ കാവൽ ചെയ്യുന്ന, പരിപാലിക്കുന്ന, സൂക്ഷിക്കുന്ന ദൈവത്തെ ഇന്ന് പകൽക്കാലം നമ്മെ മനസ്സ് തുറന്നൊന്ന് സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ സന്നിധി വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ നിൽപ്പാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. 91-ാം സങ്കീർത്തനത്തിന് 1-ാം വാക്യത്തിൽ വായിക്കുന്നു, അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അമ്മ ഇസ്രായേൽ മക്കളെ പറ്റി ദൈവത്തിൽ വായിക്കുന്ന കർത്താവിന്റെ മനസ്സ് പറയുന്നു, അമ്മ കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കും പോലെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സൂക്ഷിക്കും പോലെ നിങ്ങളെ പരിപാലിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇച്ഛിക്കുന്നു എന്നൊക്കെ വചനത്തിൽ വായിക്കുവാൻ ഇടയായിത്തീരുന്നു. എത്ര സത്യമാണ്! ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ ഏത് സമയത്തും എന്ത് സംഭവിക്കുക എന്ന ദിനതോറും 24 മണിക്കൂറും നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ കൃപകളെ ധ്യാനിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ഇന്ന് പകൽക്കാലം ഇടയായി തീരുമാറാകട്ടെ. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 15-ാം വാക്യത്തിലെ ദൈവപുരുഷന്റെ ബാല്യക്കാരൻ എലീശയോട് പറയുകയാണ്, ആമേൻ സ്തോത്രം. അവൻ രാവിലെ എഴുന്നേറ്റ് പുറത്തു നോക്കിയപ്പോൾ കാണുന്ന ആരാം സൈന്യം വീട് വളഞ്ഞിരിക്കുന്നു, കുതിരകളും രഥങ്ങളും ആരാം സൈന്യം മൊത്തം വന്നിരിക്കുന്നു. അത് കണ്ട് ഭയപ്പെട്ട് ഓടി അകത്ത് കയറി ബാല്യക്കാരൻ എലീശയോട് പറയണ, യജമാനനെ നമ്മൾ ഇനി എന്തു ചെയ്യും? അവൻ്റെ കണ്ണൊന്ന് തുറക്കുവാൻ വേണ്ടി എലീശ പ്രാർത്ഥിച്ചാൽ കാണുന്ന, കർത്താവിൻ്റെ കണ്ണും തുറക്കണമേ. അവൻ്റെ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ അവൻ കാണുന്നത് ആരാം സൈന്യത്തെ അല്ല കാണുന്നത്, പകരം ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ്, കർത്താവിൻ്റെ ദൂതന്മാരെയാണ്, കർത്താവിൻ്റെ സേനയാണ് കാണുന്നത്. ഇന്ന് പകൽക്കാലം നമുക്ക് വാസ്തവമായി ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ അകക്കണ്ണൊന്ന് തുറക്കണമേ, എൻ്റെ ആത്മീയ കണ്ണിനെ ഒന്ന് തുറന്ന് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ അനുഭവിച്ചറിയുവാൻ, ഭയം കൂടാതെ ദൈവവിശ്വാസത്തിൽ ജീവിതം മുന്നേറുവാൻ ഇന്ന് പകൽക്കാലം എന്നെ സഹായിക്കണമെന്ന് ദൈവസന്നിധി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേ. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നു, ഇയ്യോബിന് ചുറ്റും അവൻ്റെ വീടിനും അവനും അവൻ്റെ ഭവനത്തിനും അവനുള്ള സകലത്തിനും ചുറ്റും കർത്താവ് വേലികെട്ടി സൂക്ഷിച്ചതായിട്ട് അവിടെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ശത്രുവിനെ, ദുഷ്ടനെ ഒന്നും ചെയ്യുവാനിട വന്നില്ല. സ്തോത്രം. നമുക്ക് ചുറ്റും ദൈവം പാളയമിറങ്ങി, തൻ്റെ ദൂതന്മാർ പാളയമിറങ്ങി സൂക്ഷിക്കുന്നതുകൊണ്ടല്ലേ ഓരോ ദിവസവും നമ്മെ വഴി നടത്തുന്ന. ഹല്ലേലൂയ. നമ്മുടെ ജീവൻ കർത്താവിൻ്റെ ഭാണ്ഡത്തിൽ ഭദ്രമാകിയാൽ ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ, കേട്ട വചനത്തിന് മുമ്പായി നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളെ സൂക്ഷിക്കുന്ന, ഞങ്ങളെ സംരക്ഷിക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന അത്യുന്നതന്റെ മറവിങ്ങിലേക്ക് ഇന്ന് പകൽക്കാലം ഞങ്ങൾ കടന്നു വരുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്കുള്ള എല്ലാറ്റിൻ്റെയും വേലുകെട്ടി സൂക്ഷിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഭയപ്പെടുന്ന ഒന്നും സംഭവിക്കാതെ സ്തോത്രം കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി, അനുഗ്രഹമാക്കി, സുരക്ഷിതമായി പരിപാലിക്കുമാറാകണമേ. ഇന്ന് പകൽക്കാലം വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ട ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സംരക്ഷണ വലയത്തിനുള്ളിൽ നിന്റെ ദൂതന്മാരെ കാവൽ ചെയ്ത് അവിടുന്ന് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തൻ കർത്താവ് എടുത്തായിട്ട് പ്രാർത്ഥന കേട്ടിരിക്കാതെ സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.